അപ്പോൾ ഞായറാഴ്ച പെരുന്നാളായിരുന്നു കേട്ടോ. ഞായറാഴ്ച കൊണ്ട് പെരുന്നാൾ തീർന്നു. എൻ്റെ അപ്പമ്മയും ചേട്ടയുടെ അപ്പമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ അനിയത്തി ഫാമിലിയും തലേന്ന് വൈകിട്ട് വന്നിട്ട് പോയി. അവിടുത്തെ പള്ളിയിലും പെരുന്നാളായതുകൊണ്ട് അവർ തലേന്ന് കൂടിയിട്ട് പോയിട്ടോ. ചേട്ടയുടെ പപ്പായും മമ്മിയും പെരുന്നാളെ കൂടി ഉച്ചക്കത്തെ ഊണം കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ടോ. പിന്നെയെന്ന് വെച്ചാൽ സന്തോഷം എന്ന് വെച്ചാൽ വല്ലപ്പോഴുമാണ് ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടി കിട്ടുന്നത്. ഇപ്പം ഒരാളുണ്ടെങ്കിൽ ഒരാളുണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ ഇത്തവണ അനിയത്തി നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അനിയത്തിയും ഫാമിലിയുമായിട്ടും എൻ്റെ പപ്പ മമ്മിയായിട്ടും ചേട്ടയുടെ പപ്പ മമ്മിയായിട്ടും അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് ആഘോഷിച്ചൊരു പെരുന്നാളായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. ആ സന്തോഷം നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആണിത് കേട്ടോ. ഈ വീഡിയോയിൽ മൊത്തം നിങ്ങൾ പെരുന്നാളിൻ്റെ ഇത് മാത്രം കാണുന്നെങ്കിലും എനിക്ക് ആ സന്തോഷം ഒന്ന് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഈ വീഡിയോ ഇങ്ങനെ എടുത്തത്. കാരണം അത്ര സന്തോഷമായിരുന്നു എനിക്ക് ഇത്തവണത്തെ പെരുന്നാൾ കേട്ടോ. എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുക എന്ന് പറയുന്നത് വല്ലപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നൊരു അവസരങ്ങളും ഒരു ഗോൾഡൻ മൊമെൻറ്റ്സും ഒക്കെ അല്ലേ ഇത്. പിന്നെ ദാഹം കാരണം ആദ്യമേ ഞങ്ങൾ ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചേട്ടോ. ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചതിന് ശേഷമാണ് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചത്. പിന്നെ പലതരത്തിലുള്ള ഐസ്ക്രീമുകളൊക്കെ കഴിച്ചേട്ടോ. ജാക്ക് ഫ്രൂട്ടിൻ്റെ, ടെൻഡർ കോക്കനട്ട്, പിന്നെ ബട്ടർ സ്കോച്ച്, നമ്മുടെ പെരുന്നാളിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി, കഴിക്കാനുള്ളതൊക്കെ വാങ്ങി. പിന്നെ പിള്ളേർക്കുള്ള ടോയ്സൊക്കെ വാങ്ങി. ടോയ്സായിട്ടും വളയും മാലയൊക്കെ ആയിട്ടും രണ്ട് വീട്ടിലെയും അപ്പാപ്പനും അമ്മമ്മയും കൂടി ചേർന്ന് 2 പേർക്കും തലേന്നും പിറ്റൊന്നൊക്കെ ആയിട്ട് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ ഒരു ഇരട്ടി മധുരം പോലെ നല്ലൊരു സന്തോഷമായിരുന്നു ഇത്തവണത്തെ ഞങ്ങളുടെ പെരുന്നാൾ കേട്ടോ.